റൊസാരിയം വിത്താരെ 2025 ഒക്ടോബർ 7. ജപമാല പ്രാർത്ഥന പോലെ നമുക്ക് പ്രാർത്ഥിക്കാനും പഠിക്കാനും ഉപയുക്തമായ മരിയൻ പ്രാർത്ഥനകളിൽ ഒന്നാണ് എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാർത്ഥന. പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായും ശരണം വയ്ക്കാൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണിത്. കൃത്യമായി പ്രാർത്ഥന രചിച്ചത് ആരാണെന്നറിയില്ലെങ്കിലും ക്ലയർവോയിലെ വിശുദ്ധ ബെർണാർഡാണ് ഈ പ്രാർത്ഥനയുടെ ഉപജ്ഞാതാവും ആദ്യകാല പ്രചാരകനുമായി അറിയപ്പെടുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് പരിശുദ്ധ മറിയം സഭയുടെ മാതാവും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ മാതാവുമാണ്. ഈ പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ആത്മീയതയിൽ നിറഞ്ഞുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു: എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന പല പ്രാവശ്യം ചൊല്ലാത്ത ഒരു ദിനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന്. ദൈവത്തിനു മുമ്പിൽ അതീവ ശക്തിയുള്ള ഈ പ്രാർത്ഥന കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ വലിയ ശക്തിദായകമാണ്. മദർ അനുദിന ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുമ്പോൾ ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ 9 പ്രാവശ്യം അപേക്ഷിച്ച് പ്രതിസന്ധികളെ മറികടന്നിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എത്രയും ദയയുള്ള മാതാവേ എന്ന ഈ പ്രാർത്ഥന ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃകാരുണ്യത്തിലുള്ള വിശ്വാസത്തിൻ്റെയും പുത്രസഹജമായ ആത്മവിശ്വാസത്തിൻ്റെയും പ്രകടനമാണ്. ഈ പ്രാർത്ഥന പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃസഹജമായ മധ്യസ്ഥതയുടെയും പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചവരെ ഉപേക്ഷിക്കാത്ത ചരിത്രത്തിൻ്റെയും വചനത്തിൻ്റെ അമ്മയാണെന്ന സത്യം ഏറ്റുപറയുന്നതിൻ്റെയും സാരസത്തയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ വിശദമായി ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ.